ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആര്യ വർക്കായിട്ടും അതുപോലെ ചില ഫ്രോക്സിനൊക്കെ ബീഡ്സ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രസ്സിന് വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് ബീഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബീഡ്സ് എന്ന് പറയുന്നത് ഹോളില്ലാത്ത ബീഡ്സാണ്. ഇത് നമ്മൾ ഫ്രോക്കിന് അതുപോലെ ലേഡീസിൻ്റെ ഷർട്ട് അങ്ങനത്തെ ഡ്രസ്സുകളിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ. അതുപോലെ ഇപ്പോൾ ഈ ഗ്രീന് അതുപോലെ ഇതിൻ്റെ വൈറ്റ് ഈ റെഡ് കളറ് ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇത് ഒരു പഞ്ച് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബീഡ്സ് നമ്മൾ ഡ്രസ്സിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഇത് മെഷീനിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഡ്രസ്സിലേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ കാണുന്ന ഈ ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ഹോളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആര്യ വർക്കിൻ്റെ നീഡിൽസ് അല്ലെങ്കിൽ സാധാ നീഡിൽസോ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഡ്രസ്സിലേക്ക് ചെയ്ത് കൊടുക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഇത് കട്ട് ബീഡ്സ് നമുക്ക് പല ലെങ്ത്തിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ ചെറിയ രീതിയിലുള്ളതുണ്ട്, വലുതുമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഗോൾഡൻ കളറ്, ബ്ലാക്ക് അതുപോലെ വൈറ്റ് ഒക്കെയാണ്. അപ്പോൾ അതിൽ കുറച്ച് ചെറുതായിട്ട് വരുന്നതാണ് പിന്നീട് ഇങ്ങനെയുള്ള ഈ കട്ട് ബീഡ്സ്, അതിൻ്റെ ഗോൾഡൻ ഷെയ്ഡ്. അതുപോലെ നമുക്ക് ബീഡ്സിൽ തന്നെ പല അളവിൽ ബീഡ്സുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള ബീഡ്സ് ഉണ്ട്, ഇതിലും ചെറുതുണ്ട്, അതുപോലെ അതിൽ വലുത് വരുന്നതുണ്ട്. അങ്ങനെ ഓരോ അളവുണ്ട്, ഓരോ എന്ന് പറഞ്ഞിട്ട് നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. അതിൽ വരുന്നതാണിത്, ചെറിയ ടൈപ്പ്. അതിൽ വരുന്ന വൈറ്റ്. ഇത് ഒരു സ്റ്റോണാണ്. നമ്മൾ അതായത് ഗ്ലൂ ഉപയോഗിച്ചിട്ടൊക്കെ ഡ്രസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലൂ ഇതാണ്, B17. ഇതാണ് എനിക്ക് ഒന്നുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ സീക്വൻസ് പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് ഈ ഒരു കളറും അതുപോലെ ഗ്രീന് അങ്ങനത്തെ കുറച്ച് കളറുകളാണ് ഉള്ളത്. അതുപോലെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മിറർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇതും ഈ ഒരു മിററും, പിന്നെ ഇത് അങ്ങനെ. പിന്നെ അതുപോലെ ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നെ ത്രെഡ് കാര്യങ്ങൾ ഒന്ന് ഈ ത്രെഡാണ് കേട്ടോ. അതുപോലെ ഇങ്ങനെയുള്ള സിൽക്കിൻ്റെ ത്രെഡ് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കൂടെ മിക്സിങ് ആയതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ബീഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ കുറച്ച് സീക്വൻസ് കാര്യങ്ങൾ, ആ പാക്കറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ അതുപോലെ നീഡിൽസ് ഈ സംഭവം എൻ്റെ അടുത്തുള്ള നീഡിൽസ് കുറച്ച് ഓൾഡായിട്ടുണ്ട്. നീഡിൽസ് കാര്യങ്ങൾ ഇനി പുതിയത് എനിക്ക് വാങ്ങിച്ചിട്ട് വേണം. കാരണം ഞാൻ കുറച്ച് വീട് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായ കാരണം കുറച്ചൊന്ന് സ്റ്റക്കായി. അപ്പോൾ ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുപോലെ ആര്യ വർക്ക് ഞാൻ റൗണ്ട് റിങ് ഉപയോഗിച്ചിട്ടാണ് ഇതുവരെ ചെയ്തത്. ഇനി സ്റ്റാൻഡ് ഉപയോഗിച്ചിരുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇനി പുതിയൊരു സ്റ്റാൻഡ് വാങ്ങിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.